ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തറവാട്ടിൽ കുളിയനും ചൊവ്വയ്ക്കും കൊടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭയം നടന്ന ചെറിയൊരു പൂജയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. പിന്നെ പണ്ട് കാലത്തൊക്കെ ആളുകളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അരുതാത്ത വാക്കുകളൊന്നും പറയരുത്, നാവിൽ എപ്പോഴാണ് കുളിയൻ വന്നിരിക്കുക എന്നറിയില്ല, അപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ ഫലവത്താവും എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു ചെല്ലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അരുതാത്ത വാക്കുകളൊന്നും നമ്മൾ പറയരുത്, ചില വാക്കുകളൊക്കെ അറം പറ്റിയതുപോലെ ആവും എന്നൊക്കെയുള്ളൊരു വിശ്വാസമൊക്കെ നമ്മുടെ ഇടയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം പലർക്കും അറിയാത്തതാണ് എന്താണ് ഈ ഗുളികൻ എന്നുള്ളത്. പരമശിവൻ്റെ ഇടതു തൃക്കാൽ പെരുവിരൽ പൊട്ടിപ്പിളർന്നുണ്ടായ അനർത്ഥകാരിയും അതേപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയുമായ ഒരു ദേവനായിട്ടാണ് കേട്ടോ ഗുളികനെ കാണുന്നത്. സാധാരണക്കാരൻ്റെ ഇഷ്ടപ്പെട്ട ദൈവം എന്നൊരു സങ്കല്പം കൂടിയുണ്ട് കേട്ടോ. പിന്നെ വളരെ വേഗം ഫലപ്രാപ്തി തരുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ ഈ ദൈവങ്ങളെയൊക്കെ ആരാധിച്ചും പൂജിച്ചും ഒക്കെ കൊണ്ടുവന്നിരുന്നത്. പിന്നെയുള്ള തലമുറകളൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകാത്തത് കൊണ്ടുള്ള അനർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ ഓരോ തറവാടുകളിലും നടക്കുന്നത്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇപ്പം ഒരുവിധ എല്ലാ വീടുകളിലും നമ്മൾ കാണുന്നുണ്ട് കുളിയനും ചൊവ്വയ്ക്കും ഒക്കെ കൊടുക്കുന്നതും ഒക്കെ ആയ ചടങ്ങുകൾ. നമ്മുടെയൊക്കെ കാരണവന്മാരായിട്ട് തുടങ്ങി വെച്ച ഇതുപോലുള്ള ചടങ്ങുകൾ നമ്മളും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളിലേക്കും പകർന്നു കൊടുത്ത് അവരും ഇതൊക്കെ ആചരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ലൊരു കൂടിച്ചേരൽ കൂടി നിലനിർത്തുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ തറവാട്ടിലും കൊടുത്ത അതിൻ്റെ ചെറിയ കുറച്ച് ഭാഗങ്ങളും വീഡിയോകളും പിന്നെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ പൂജയും അതിൻ്റെ പ്രസാദവും പിന്നെ അവിടെ നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കുറച്ച് വിഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. പിന്നെ കുറച്ച് ദിവസത്തെ നോലുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിനായിട്ട് ഒരുങ്ങുന്നത്. പിന്നെ തറവാട്ടിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് പങ്കെടുക്കേണ്ട ഒരു പൂജ കൂടിയാണ് കേട്ടോ ഈ കുളിയന് കൊടുക്കൽ ചടങ്ങൊക്കെ. പിന്നെ പല കാരണങ്ങൾ കൊണ്ടും എല്ലാവർക്കും ഒന്നും ഇതിൽ പങ്കെടുക്കാൻ പറ്റാറുമില്ല കേട്ടോ. കുടുംബങ്ങളൊക്കെ ഓരോരുത്തരും ഓരോ ദൂര വഴിയും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഒന്നും എത്തിപ്പെടാൻ പറ്റാറില്ല. എല്ലാവരും കൂടെ ഒത്തുകൂടിയാൽ ഇതൊന്നുമല്ല കേട്ടോ, ഒരുപാട് പേരുണ്ട്. നമ്മൾ വിളിച്ച വിളിപ്പുറത്തുള്ള ഒരു ദൈവസങ്കല്പം പെട്ടെന്ന് തന്നെ നമുക്കതിന് ഫലപ്രാപ്തി തരുന്ന ഒരു സങ്കല്പമൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഗുളികനെ ആരാധിച്ചു പോരുന്നത്. പിന്നെ ഞാനൊരു വീഡിയോ ഇങ്ങനെ കണ്ടിരുന്നപ്പോൾ അതിലൊരു മന്ത്രം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തറവാട്ട് വക കുലദൈവങ്ങളെയൊക്കെ മനസ്സിൽ വിചാരിച്ച് ചൊല്ലുന്ന ഒരു മന്ത്രം. ഓം ശ്രീ മഹാദേവൻ്റെ വലത്തെ തൃക്കാൽ പുറവടിമേൽ വെച്ചുകൊണ്ടു കരിങ്കാലൻ തിരുവടി ആകാശത്തോളം നീളവും അന്തരീക്ഷം സ്വർഗ്ഗപാതാളം അകലവും പരപ്പ് പോലെ തലയും വട്ട പോലെ കണ്ണും കരിമ്പന പോലെ കാലും കൈയും കാലത്തൊട്ടിയും ധരിച്ചു വന്ന കരിങ്കാലൻ തിരുവടി നീ എനിക്ക് സർവ്വതും വശമായി നിൽക്കുക സ്വഹ എന്നുള്ളൊരു മന്ത്രം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എന്നും വിളക്ക് കത്തിക്കുമ്പം ചൊല്ലി നാമം ജപിച്ച് പ്രാർത്ഥിക്കുന്നൊരു മന്ത്രം കൂടിയാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇതിന് മാത്രം വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്ന ഒന്നാണ് കേട്ടോ ഇങ്ങനെയുള്ള ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ. അപ്പോൾ അതേ നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ അതിനുള്ള പ്രസാദങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ എല്ലാവരും. ഇനി അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇതിൽ കാണിക്കുന്നത്. കോഴിവെട്ട് എന്ന് പറഞ്ഞൊരു ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. പിന്നെ അടുക്കളയിലാണെങ്കിലും അടുത്ത പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അട, മണ്ണട, തവിടിൻ്റെ അട അങ്ങനെയൊക്കെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് അതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ മണ്ണട ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിയെടുത്ത മണ്ണ് കുഴച്ച് അതുകൊണ്ട് ഒരു അട ചൂടാണ് കേട്ടോ. രണ്ടെണ്ണൊക്കെ അറിയാം. എത്ര മണ്ണപ്പം എത്ര സതീച്ചിയ? അത് തുറന്ന അവിടെ ഇത് തവിടില്ലേ?
മുഖം കണ്ടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഏയ് എന്താ കരിഞ്ഞ് മണക്കുണ്ടോ? കേട്ടതൊക്കെ മനസ്സിലാക്കാം. പോരെ അങ്ങോട്ടാക്കിക്കോട്ടോ. വിശ്വസിനായിട്ടുണ്ടോ? എന്നിട്ട് തേങ്ങ ഇറക്കിയ ഇത് ഓലയിൽ ഒരു അട ഉണ്ടാക്കുന്ന ഒരു ഇതാണ് കേട്ടോ. എന്നിട്ട് അട അങ്ങനെ ഓല വെച്ച് മൂടി ഒരു പ്രത്യേക ഒരു അടയാണ് കേട്ടോ അത്. ഇത് വേറെ ഒന്നുകൊണ്ട് മൂടേണ്ടത് വിശേഷിച്ച് അങ്ങനെ മൂടല്ലേ? നീ കെട്ടണ്ടത് നമുക്ക് തിന്നാനോ വിശക്കുണ്ടാവും. പൈസയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പിന്നെ കുറച്ച് മുകളിൽ പോയി പൊട്ടുന്ന കുറച്ച് പടകങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും ഇങ്ങോട്ട് വയ്ക്കുന്നല്ലോ. അപ്പോഴത്തെ എല്ലാ ചടങ്ങുകളും കഴിയുമ്പോഴത്തേക്ക് സമയം ഒരുപാടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ദൂരത്തുനിന്ന് വന്നവർക്കൊക്കെ പോകാനൊക്കെ ഉള്ള തിരക്കുമായി. പിന്നെ ഫുഡൊക്കെ കഴിക്കുന്ന ഒരു തിരക്കാണ് കേട്ടോ. നോൽമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത്രയും ദിവസമെങ്കിൽ. ഇന്നിപ്പോൾ ആ നോൽമ്പ് കൂടി മുറിക്കുകയാണ് കേട്ടോ എല്ലാവരും. അപ്പം എല്ലാ തവണ പറയുന്നത് പോലെ എൻ്റെ പേര് ശോഭിത. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.